എൻ്റെ കാലശേഷം എൻ്റെ ജനത എന്നോട് തേടുന്ന അവസ്ഥയുണ്ടാകരുതേ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രവാചകനോടതാ ഒരു വിഭാഗം ആളുകൾ തേടിക്കൊണ്ടിരിക്കുകയാണ്, തേടാൻ വേണ്ടി ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലഅനല്ലാഹുൽ യഹൂദ വന്നസ്വാറ, ജൂത ക്രൈസ്തവരായ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിക്കട്ടെ. ഇത്തഖദൂ ഖുബൂറ അംബിയാഹിം മസാജിദ, അവർ പ്രവാചകന്മാരുടെ ഖബറിടങ്ങളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റി എന്നാണ്. കാനൂ ഇദാ മാത ഫീഹിം അർറജുലു സ്വാലിഹു, നല്ല ഒരു മനുഷ്യൻ അവിടെ കൂട്ടത്തിൽ നിന്നും മരിച്ചുപോയാൽ ബനൗ അലാ ഖബരിഹി മസ്ജിദാ, ആ നല്ല മനുഷ്യന്റെ ഖബറിടത്തെ ആരാധനാ കേന്ദ്രമാക്കി മാറ്റും. ഇതാണ് അല്ലാഹ് ശപിച്ച ഒരു വിഭാഗത്തിന്റെ വലിയ പോരായ്മയായി വീഴ്ചയായി ഖുർആൻ പഠിപ്പിക്കുന്നത്. എന്താണ്? കാനൂ ഇദാ മാത ഫീഹിം അർറജുൽ അസ്വാലിഹ്, നല്ല ഒരു മനുഷ്യൻ, നല്ല ഒരു വ്യക്തി അവിടെ കൂട്ടത്തിൽ മരിച്ചുപോയാൽ ആ വ്യക്തിയുടെ ഖബർ കെട്ടിപ്പൊക്കി അതൊരു ആരാധനാ കേന്ദ്രമാക്കി മാറ്റും. നമ്മുടെ നാട്ടിലെ പല സ്ഥാപനങ്ങളും നിലനിന്നു പോകുന്നത് ഈ ജാറപൂജ കൊണ്ടാണ്. ഒരു ഖബറിന് കെട്ടിപ്പൊക്കിയിട്ട് അവിടെ കുറച്ച് കഥകളാണ് പറയും. ആ കഥകൾ അങ്ങോട്ട് പ്രചരിപ്പിച്ചാൽ ആളുകൾ എന്ത് ചെയ്യും? അവിടെ കൊണ്ടുപോയിട്ട് പണം നിക്ഷേപിക്കും. അവിടെ കോളേജും നടക്കും, ദർസും നടക്കും, എല്ലാം നടക്കും. കോടികളാണ് ചില ജാറങ്ങളൊക്കെ വരുമാനം. നമ്മുടെ പരിസരങ്ങളിലുള്ള, നമ്മുടെ നാടുകളിലുള്ള ജാറങ്ങളിലുള്ള വരുമാനം ഒന്ന് പരിശോധിച്ചു നോക്ക്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ വരുമാനമാണ് ഈ ജാറങ്ങൾ കൊണ്ട്, ഈ മയ്യത്തുകൾ വെച്ചുകൊണ്ട് അവർ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധുക്കളായ സാധാരണക്കാരായ ആളുകളെ പറഞ്ഞു പറ്റിച്ച് പരലോക രക്ഷയാഗ്രഹിച്ചുകൊണ്ട് ആ സാധുക്കളായ ആളുകൾ ഇതൊന്നും അറിയാതെ, ദീനെന്താണ് ശരിയേതാണ് എന്നറിയാതെ ഇങ്ങനെയുള്ള മക്ബറകളിൽ പോയി അഭയം തേടുന്ന ദയനീയമായ രംഗങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഖബർ സന്ദർശിക്കാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവാദം നൽകിയിട്ടുണ്ട്. അത് ഖബറാളിയോട് തേടാനല്ല. ഇന്നല്ലെങ്കിൽ നാളെ ഇതുപോലെ ഞാനും കിടക്കേണ്ടവനാണല്ലോ, ഖബറിലേക്ക് പോകേണ്ടവനാണല്ലോ. ഓരോ ദിവസം കഴിയും തോറും, ഓരോ ദിനരാത്രങ്ങൾ കഴിയും തോറും എൻ്റെ ഖബറിലേക്കാണ്, എൻ്റെ മരണത്തിലേക്കാണ് ഞാൻ അടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന ആ ഒരു ചിന്തയുണ്ടാകാനാണ് ഖബറിടം സന്ദർശിക്കാൻ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം നൽകിയത്.